എൻ്റെ പരിപാടി ഞാൻ DJ ദിനേശൻ. ഞാനിവിടെ പറയുന്നത് ഞാനും തൊട്ടയൽവക്കത്തുള്ളവരും കൂടി ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉണ്ടായ ഒരു പ്രേതാനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. ഇനി അധികം താമസിയാതെ തന്നെ കഥയിലേക്ക് പോകാം. ഞാൻ മാത്രമല്ല, എന്നെ കൂടാതെ എൻ്റെ അച്ഛൻ ഗോവിന്ദൻകുട്ടി, അമ്മ സരസ്വതി എന്നിവർ കൂടി ഞങ്ങൾ ശബരിമലയ്ക്ക് പോകാൻ വ്രതവും നോറ്റ് മാലയിട്ട് ഇരുമുടി കെട്ടുകൊണ്ട് ശബരിമലയ്ക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ രാത്രി അത്താഴത്തിന് ശേഷമായിരുന്നു ഞങ്ങളുടെ യാത്ര. വണ്ടിയിൽ യേശുദാസ് ആലപിച്ച അയ്യപ്പ ഭക്തി ഗാനങ്ങളും വെച്ച് ഞങ്ങൾ പോയത് ഒരു പുത്തൻ സ്വരാജ് മസ്തയിലായിരുന്നു. അർദ്ധരാത്രിയായതും ഞങ്ങൾ വഴിയിൽ വെച്ച് കുറുക്കന്മാരുടെ ഓരിയിടലും പിന്നെ നത്ത് കരയുന്നതും പൂവിൻ്റെ കരച്ചിലും കാലങ്ങളുടെ പൂവിലും അടുത്തെത്തി. അങ്ങനെ ഇരിക്കെ ഒരു പാദസരത്തിൻ്റെ ശബ്ദവും കൂടെ വന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഞങ്ങളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ദംഷ്ടങ്ങൾ കാണിച്ച് ക്രൂരമായി എന്നെ നോക്കി ആ തട്ടഹസിക്കുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അയ്യപ്പസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉറക്കെ ശരണം വിളിക്കാൻ തുടങ്ങി. ശരണം വിളിച്ചതും ആ ഭീകരസത്വം വായുവിൽ അലിഞ്ഞില്ലാതെയായി. ഒരു കണക്കിന് ശബരിമലയിലെത്തി. പമ്പയിൽ കുളിച്ച് മല കയറി അയ്യപ്പസ്വാമിയെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ സ്ത്രീയെ അർദ്ധരാത്രി നേരത്ത് കണ്ടുമുട്ടുകയും ചെയ്തു. എന്നാൽ ഞങ്ങളുടെ അരികിൽ എത്താനുള്ള ധൈര്യം പോലും